പെരുമ്പാവൂരിലേക്കാണ് ലഹരി ഉപയോഗിച്ച് നടുറോഡിൽ പരാക്രമം. ഓപ്പറേഷൻ തൂഫാൻ തുടരുമ്പോഴും അടങ്ങിയിട്ടില്ല ലഹരി മാഫിയയും ലഹരി ഉപയോഗിക്കുന്നവരും. എറണാകുളം പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാക്രമം. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം യുവാവ് സ്വയം തലയടിച്ച് പൊട്ടിച്ചു. ഇരുമ്പ് കമ്പി കൊണ്ട് വാഹനത്തിന്റെ ചില്ലും തകർത്തു. പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ദൃശ്യങ്ങൾ. മറ്റൊരു വാർത്ത കൂടിയുണ്ടായി ഇതിനൊപ്പം തന്നെ. പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ്. അവിടെ ലഹരി വിൽപ്പനയ്ക്ക് ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളും രംഗത്തുണ്ട്. ഹെറോയിൻ വിൽപ്പന നടത്തിയ അസം സ്വദേശിനിയെ ഇന്ന് പോലീസ് പിടികൂടി. റാംഷാ CP ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. റാംഷാ, വല്ലാത്ത കഷ്ടമാണ് ഈ പെരുമ്പാവൂരുകാരുടെ കാര്യം. കാരണം നമുക്കറിയാം, ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം, എന്നിട്ട് റാംഷയിലേക്ക് വരാം. ശരി റാംഷാ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു പെരുമ്പാവൂരുകാരുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ്. അതായത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങൾ, അതായത് പട്ടാപ്പകൽ നടു റോഡിൽ നിന്ന് സിറിഞ്ച് കുത്തി രാസലഹരി സ്വന്തം ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, വലിയ ക്രിമിനലുകളായി മാറുന്ന ആളുകളാണ്, നാടിനും നാട്ടുകാർക്കുമുള്ള സമാധാനം തന്നെ ഇല്ലാതാക്കുന്ന ആളുകളാണ്. ഇവരെ അവിടെ നിന്ന് തുടച്ചു നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ ദിനംപ്രതി പുറത്തു വരുന്നു. സ്ത്രീകളും ഈ ലഹരി സംഘത്തോടൊപ്പം ഉണ്ടെന്നുള്ളത് ഞെട്ടൽ വർദ്ധിപ്പിക്കുകയാണ്. എന്ത് നടപടി ഉണ്ടാവും റാംഷാ? ലഹരിയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ 2 സംഭവങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഹെറോയിനുമായി അസം സ്വദേശിനിയായ ഷാഹിദ എന്ന യുവതി പിടിയിലായി എന്നതാണ്. പോലീസ് പറയുന്നത് ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ലഹരി കൊണ്ടു നടന്നത് എന്നതാണ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി പിടികൂടിയത്. അതോടൊപ്പം പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഇവർ ഒരു സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളല്ല, മറിച്ച് മത്സ്യ മാർക്കറ്റ്, അതുപോലെ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പൊതുവിടങ്ങളിൽ അന്തിയുറങ്ങിക്കൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുക എന്ന രീതിയാണ് ഇവർ അവലംബിച്ചു പോകുന്നത് എന്നതാണ്. മറുവശത്ത് മറ്റൊരു സംഭവം നടന്നത് PP ലിങ്ക് റോഡിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് യുവാവ് നടത്തിയ പരാക്രമണമാണ്. കോഴികളെ കൊണ്ടുപോകുന്ന വാഹനത്തിലെ ജീവനക്കാരനായി തൊഴിൽ ചെയ്യുന്ന ആളായിരുന്നു ഈ യുവാവ്. ഇയാൾ ലഹരി ഉപയോഗിച്ച് ഇവിടെ എത്തുകയും പിന്നീട് വാഹനത്തിന്റെ ചില്ല് അടിച്ചു പൊളിക്കുകയും അതോടൊപ്പം പിന്നീട് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് സ്വന്തം തല തല്ലി പൊളിക്കുന്ന നിലയിലേക്ക് അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് വ്യാപാരികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ശരി റാംഷാ, എന്താണെങ്കിലും ഈ പെരുമ്പാവൂരിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളല്ല, ആരാണെങ്കിലും ശരി, ഓപ്പറേഷൻ തണ്ടറോ ഓപ്പറേഷൻ തൂഫാനോ എക്സൈസോ പോലീസോ ആരുമായിക്കോട്ടെ, കടുത്ത നടപടികൾ ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സ്വീകരിക്കണം. അത് വളരെ വളരെ അത്യാവശ്യമായി മാറുകയാണ്.